നമസ്കാരം. കേരളമൊട്ടാകെ ഗുണ്ടാ വിളയാട്ടമാണ്. ഈ സമയത്ത് ക്രമസമാധാനം നിലനിർത്തേണ്ടുന്ന മുഖ്യമന്ത്രി മുതൽ ADGP വരെ നാടുവിടുന്നു. പോകുന്നത് ഉല്ലാസയാത്രയ്ക്കോ അതോ ഉത്തരവാദിത്തങ്ങളിൽ നിന്നുള്ള ഒളിച്ചോട്ടമാണോ എന്ന കാര്യങ്ങൾ കൂടുതൽ ചോദ്യചിഹ്നമായി മാറുന്ന സാഹചര്യമാണ് ഇപ്പോൾ. കാരണം മുഖ്യമന്ത്രിക്ക് പിന്നാലെ ഇപ്പോൾ ADGPയും സിംഗപ്പൂരിലേക്ക് പറന്നിരിക്കുന്നു എന്ന വാർത്ത പുറത്തുവരികയാണ്. സംസ്ഥാനത്ത് ക്രമസമാധാന പാലനത്തിനുള്ള ADGPയുടെ അധിക ചുമതല ക്രൈംബ്രാഞ്ച് മേധാവി H. വെങ്കടേഷിന് നൽകിക്കൊണ്ടാണ് ADGP MR അജിത് കുമാർ സിംഗപ്പൂർ സന്ദർശനത്തിനായി യാത്ര പോയിരിക്കുന്നത്. സർക്കാർ അനുമതിയോടെയാണ് അജിത് കുമാർ സ്വകാര്യ ആവശ്യത്തിനായിട്ട് ഇത്തരത്തിൽ വിനോദയാത്ര പോയിരിക്കുന്നതെന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ഈ മാസം 25 വരെ അദ്ദേഹം യാത്രയിലായിരിക്കും. മുഖ്യമന്ത്രി പിണറായി വിജയനും കുടുംബവും ഈയിടെ സിംഗപ്പൂർ സന്ദർശനം നടത്തിയത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അദ്ദേഹത്തിന് പിന്നാലെയാണ് ഇപ്പോൾ ക്രമസമാധാന ചുമതലയുള്ള പോലീസിന്റെ മുതിർന്ന ഉദ്യോഗസ്ഥനും സിംഗപ്പൂരിലേക്ക് പോയിരിക്കുന്നത്. ഈ മാസം 4-ന് നൽകിയ കത്തിന്റെ അടിസ്ഥാനത്തിൽ ADGPക്ക് 10 ദിവസത്തെ അവധി അനുവദിച്ചിരിക്കുകയാണ് സർക്കാർ. എല്ലാവരും കൂടെ ഈ ഒരു സമയത്ത് എന്തിനാണ് സിംഗപ്പൂരിലേക്ക് തന്നെ പോയത് എന്ന കാര്യം ഇപ്പോൾ കൂടുതൽ ചോദ്യചിഹ്നമായി മാറുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. കേരളത്തിൽ അതിഭീകരമായിട്ടുള്ള ഓരോ വാർത്തകളാണ് ഓരോ ദിവസവും പുറത്തു വരുന്നത്. പിഞ്ചു കുഞ്ഞിനെ മുതൽ ജന്മം നൽകിയ അച്ഛനെയും അമ്മയെയും വരെ പച്ച മടല് കൊണ്ടടക്കം തച്ചു കൊല്ലുന്നവരാണ് കേരളത്തിൽ ഇപ്പോൾ പെരുകിക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ പേരിൽ നടപടിയെടുക്കേണ്ടുന്ന നേതാക്കന്മാരും ഉദ്യോഗസ്ഥരും ഇപ്പോൾ ഇത്തരത്തിൽ ഉല്ലാസയാത്ര പോകുന്നു എന്ന് പറയുമ്പോൾ അത് വിരോധാഭാസമായി മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. ഉത്തരേന്ത്യയിലെ വാർത്തകളെ മാത്രം നോക്കി കൊഞ്ഞനം കുത്തി നെടുവീർപ്പിടുന്ന പ്രബുദ്ധ മലയാളികൾക്കേറ്റ ഏറ്റവും വലിയ ക്രമസമാധാന പരിപാലനത്തിനേറ്റ ക്ഷതം തന്നെയാണ് ഇത്തരത്തിലുള്ള ഓരോ റിപ്പോർട്ടുകളും. ആഭ്യന്തരമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സാന്നിധ്യത്തിലും കേരളത്തിന്റെ അരക്ഷിതാവസ്ഥ വലിയ രീതിയിൽ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. സംസ്ഥാനത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും നിഷ്ഠൂരമായിട്ടുള്ള കൊലപാതകങ്ങളും ആക്രമണങ്ങളുമാണ് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാനത്ത് ലഹരി ഗുണ്ടാ സംഘങ്ങൾ അഴിഞ്ഞാടിക്കൊണ്ടിരിക്കുന്നു. മുഖ്യമന്ത്രിയുടെ തിരിച്ചുവരവിന് കാത്തിരിക്കാതെ ക്രിമിനലുകൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കാൻ സംസ്ഥാനത്തിന്റെ പോലീസ് മേധാവികൾ തയ്യാറാകുന്നുണ്ടോ? ഇല്ല. അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ പ്രതിപക്ഷം ഉൾപ്പെടെ ആരോപണങ്ങളും നിർദ്ദേശങ്ങളും കാര്യങ്ങളും എല്ലാം പറയുന്നുണ്ടെങ്കിൽ പോലും അതിനൊരു നടപടി എടുക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. എന്തായാലും ഇത്തരത്തിൽ ഉത്തരവാദിത്തപ്പെട്ടവർ ഉൾപ്പെടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആയിക്കോട്ടെ ADGP ആയിക്കോട്ടെ എല്ലാവരും ഈ ഒരു പ്രശ്നത്തെ എല്ലാം അങ്ങോട്ട് മാറ്റിവെച്ചുകൊണ്ട് അവരുടെ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി ഉലകം ചുറ്റാൻ പോയിരിക്കുന്നു എന്ന റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വരുന്നത് കൂടുതൽ ശ്രദ്ധയാകർഷിക്കുകയാണ്. ആദ്യം ടൂറ്, പിന്നെ ക്രമസമാധാനം എന്ന നിലയിലേക്ക് ഇക്കൂട്ടർ ഇക്കാര്യങ്ങളെല്ലാം കാണുന്നത് എന്ന് വേണമെങ്കിൽ ഇക്കാര്യങ്ങളെല്ലാം കേൾക്കുമ്പോൾ നമുക്ക് പറയാൻ സാധിക്കും. പാർട്ടി കൊടിയുടെ നിറം മങ്ങും പോലെ നിസാരമായ സമയം കൊണ്ടാണ് കേസുകൾ തേഞ്ഞു മാഞ്ഞു പോകുന്നത്. അതിനെല്ലാം കൂട്ടുനിൽക്കുന്നതായിട്ട് ഇവിടുത്തെ നിയമ സംവിധാനങ്ങളും തന്നെയാണ്. ഗുണ്ടകൾ പെരുകുകയാണ്. അപ്പോൾ പോലും ചെറുവിരൽ അനക്കാതെ ആഭ്യന്തര വകുപ്പ് പോലും നിൽക്കുന്നു എന്നതാണ് ഇവിടുത്തെ യാഥാർത്ഥ്യം. എന്തായാലും മുഖ്യന്റെ പിന്നാലെ ADGP കൂടെ പറഞ്ഞിരിക്കുന്നത് എന്തിനെന്നൊരു ചോദ്യം, അതും സിംഗപ്പൂരിലേക്ക് എന്തിനെ എന്നുള്ള ഒരു ചോദ്യം ഇപ്പോൾ ശക്തമാകുകയാണ്. കേരളത്തിലുള്ള ക്രമസമാധാനം ഇനി പാടെ ഇല്ലാതാകും എന്ന് തന്നെ വേണം പറയാൻ. ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒളിച്ചോട്ടം എന്തിനെ എന്നൊരു ചോദ്യം ശക്തമാകുന്നു.